കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ സ്ഥാനഭ്രഷ്ടനാക്കാൻ വേണ്ടി നിർമ്മിച്ച വ്യാജരേഖയുടെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നത് സത്യദീപത്തിൻ്റെ ഓഫീസിലായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം. ആ കാലത്ത് 2016 ഓഗസ്റ്റ് മുതൽ 2018 മെയ് മാസം വരെ ഞാൻ സത്യദീപത്തിൽ എഡിറ്ററായിരുന്നപ്പോൾ അവിടെ സംശയം ജനിപ്പിക്കുന്ന ചില വിളിച്ചുകളികളും ഗൂഢാലോചനകളും നടന്നിരുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരിങ്ങനെ ഒരു മഹാപാര പണിയുകയായിരുന്നു എന്ന് എൻ്റെ വന്യചിന്തകളിൽ പോലും ഒരിക്കലും വന്നിട്ടില്ല. കർദിനാൾ ആലഞ്ചേരിയെ കുറ്റക്കാരനാക്കാൻ കണ്ടെത്തിയ മാർഗം പൈശാചികമായിരുന്നു. ദാർശനിക ചിന്തകൾ പ്രസംഗിക്കുകയും നിരന്തരം എഴുതുകയും ചെയ്യുന്നവരുടെ കുൽസിത വൃത്തികളുടെ ഉൽപ്പന്നമായിരുന്നു വ്യാജരേഖ. മാർ ജോർജ് ആലഞ്ചേരി അതിരൂപതയുടെ സ്വത്ത് വിറ്റു തുലച്ചു എന്ന് പ്രചരിപ്പിച്ചു. ആരോപണക്കാർ തന്നെ അന്വേഷണ കമ്മീഷൻ എന്ന റോളിൽ രംഗത്ത് വന്നു. പ്രതിസ്ഥാനത്ത് ഒരാൾ മാത്രം, സീറോ മലബാർ സഭയുടെ തലവൻ കർദിനാൾ ജോർജ് ആലഞ്ചേരി. എല്ലാ ദിവസവും വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു. സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയവർ തന്നെ കർദിനാളിനെതിരെ അതേ കുറ്റം ആരോപിച്ചു. പക്ഷേ എല്ലാ കുറ്റകൃത്യങ്ങളിലും ഒരു തെളിവ്, ഒരു വീഴ്ച, ഒരു തുരുമ്പ്, ഒരു നൂല് എവിടെയെങ്കിലും ബാക്കി കിടക്കും എന്നാണല്ലോ അനുഭവം. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. ആലഞ്ചേരി കോടികൾ കട്ടു എന്ന് പറഞ്ഞവർക്ക് നേരെ ഒരു ചോദ്യം വന്നു. അങ്ങനെ കട്ടെങ്കിൽ ആ പണം എന്തു ചെയ്തു? അതെവിടെ ചെലവഴിച്ചു? അതെവിടെ? അതിനുത്തരമില്ല. സ്വന്തം അക്കൗണ്ടിൽ ഒരു കാലത്തും 10,000 രൂപ പോലും ഇല്ലാത്ത, ശരിയാവണ്ണം 2-3 ആയിരം രൂപ പോലും എണ്ണാൻ അറിയാത്ത ആലഞ്ചേരി തട്ടിയെടുത്ത 40 കോടി എവിടെ എന്ന നിർണായക ചോദ്യം. അപ്പോഴാണ് അസത്യദീപത്തിൽ അതിൻ്റെ ഉത്തരം ഉരുത്തിരിഞ്ഞത്. നമുക്കുണ്ടാക്കാം രേഖ. ആ സാധനമാണ് വ്യാജരേഖ. ഇനി ഈ കേസിൽ പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ്. പോലീസ് ഭാഷയിലെ ചില പ്രയോഗങ്ങളും ആവർത്തനങ്ങളും വിരസമായേക്കാം എന്ന് കരുതി ചിലതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത് തന്നെയാണ് സംഭവം. 4 പ്രതികളുടെ പേര് എല്ലാവർക്കും അറിയാം, ആവർത്തിക്കുന്നില്ല. അതിനു പുറമെ 5ാം പ്രതിയായി ഒരു വിഷ്ണു റോയി ഉണ്ടായിരുന്നു. അയാളെ പോലീസ് മാപ്പ് സാക്ഷിയാക്കി. 1ാം പ്രതിയും കോന്തുരുത്തി ഇടവകയിലെ സഹവികാരിയുമായിരുന്നു ഫാദർ ടോണി കല്ലൂക്കാരൻ. 4ാം പ്രതിയും അതേ ഇടവകയിലെ മതബോധന അധ്യാപകനും എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുമായിരുന്നു ആദിത്യ സക്രിയ വളവി. 1ാം പ്രതി കോന്തുരുത്തി പള്ളിയിൽ നിന്ന് സ്ഥലം മാറി എറണാകുളം ആർച്ച് ബിഷപ്സ് ഹൗസിൽ 20/9/2016 മുതൽ 23/2/2018 വരെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഓഫീസിൽ സെക്രട്ടറിയായി ജോലി ചെയ്തിരുന്നു. ഈ കാലയളവിൽ 3ാം പ്രതി ഫാദർ ബെന്നി മാരാമ്പറമ്പിലുമായി ഉണ്ടായിരുന്ന സൗഹൃദം തുടരുന്നതിനും കൂടിക്കാഴ്ചകൾ നടത്തുന്നതിനുമിടയിൽ ഭൂമിയിടപാടിൽ കർദിനാളിനെതിരായി ഉയർന്ന ആരോപണങ്ങളെ അനുകൂലിച്ച് നിലപാട് സ്വീകരിച്ച ഒരു വിഭാഗം വൈദികർക്കും വിശ്വാസികൾക്കുമിടയിൽ ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുവാൻ കർദിനാളിനെ ചതിയിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കുകയോ അപകീർത്തിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി സ്വയം സ്ഥാനത്യാഗം ചെയ്യുവാൻ നിർബന്ധിതനാക്കുകയോ ചെയ്യണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടും കരുതലോടും കൂടി പ്രതികൾ ആലോചിച്ചുറപ്പിച്ചും കൂട്ടായും കർദിനാൾ അനധികൃതമായി പണമിടപാടുകൾ നടത്തുന്നതായും വൻ സാമ്പത്തിക നിക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും അഴിമതിക്കാരനാണെന്നും ചിത്രീകരിക്കുന്ന വ്യാജരേഖകൾ നിർമ്മിച്ച് സഭാധികാരികളെയും വിശ്വാസികളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും കർദിനാളിൻ്റെ ഖ്യാതിക്ക് ഹാനി ഉണ്ടാക്കുന്നതിനായി 31/7/2018 മുൻപുള്ള കാലം പ്രതികൾ തമ്മിൽ ഗൂഢാലോചന നടത്തുകയും 4ാം പ്രതി ആദിത്യ ഗ്രാൻഡ് ഹയാറ്റ് എന്ന ബഹുരാഷ്ട്ര കമ്പനിയിൽ ഹെഡ് ഓഫ് ഫിനാൻസ് ആൻഡ് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളാണെന്നും കർദിനാൾ ഗ്രാൻഡ് ഹയാറ്റ് എന്ന കമ്പനിയിൽ വൻതോതിൽ ബിനാമി പേരിൽ ഷെയറുകൾ വാങ്ങി നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും മറ്റും വിശദീകരിക്കുന്ന ദ അൺഎത്തിക്കൽ ഷെയർസ് ആൻഡ് മെർജേഴ്സ് ഓഫ് മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ ചർച്ച് എന്ന തലക്കെട്ടുള്ള റിപ്പോർട്ട് 4ാം പ്രതി ആദിത്യ 31/7/2018 വ്യാജമായി നിർമ്മിച്ചു. ആയത് അന്നേ ദിവസം 1ാം പ്രതി ഫാദർ ടോണിയുടെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും തുടർന്ന് 2/8/2018 1 മുതൽ 4 വരെ പ്രതികൾ സത്യദീപം മാസികയുടെ ചീഫ് എഡിറ്ററായ 2ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഓഫീസിൽ വെച്ച് കൂടിച്ചേർന്നും ഒത്തൊരുമിച്ചും ചർച്ച ചെയ്തും മേൽപ്പടി വ്യാജരേഖ പരസ്പരം കൈമാറിയും കൂടുതൽ വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിനും ആലോചിച്ചുറച്ച് തീരുമാനിച്ചതിന് ശേഷം
സീറോ മലബാർ സഭയുടെ തലവനായ കർദിനാളിന് ഇന്ത്യ മുഴുവൻ അധികാരപരിധിയുള്ള പാത്രിയാർക്കീസ് പദവി ലഭിക്കുന്നതിന് വേണ്ടി മറ്റ് കത്തോലിക്ക സഭകളുടെ അനുമതി ലഭിക്കുന്നതിനായി ലത്തീൻ കത്തോലിക്ക ബിഷപ്പുമാർക്ക് പണം കൈമാറിയതായി തെറ്റിദ്ധരിപ്പിക്കും വിധം ബിഷപ്പുമാരുടെ പേരുകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അടങ്ങിയ രേഖ 6/8/2018 4-ാം പ്രതി ആദിത്യ വ്യാജമായി നിർമ്മിച്ച് അന്നേ ദിവസം 6/8/2018 11:41 AM 1-ാം പ്രതിയുടെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും അതേസമയം തന്നെ മെയിൽ ലഭിച്ച വിവരം 1-ാം പ്രതി ഫാദർ ടോണി ഗോട്ട് ഇറ്റ് എന്ന മറുപടി 4-ാം പ്രതി ആദിത്യയ്ക്ക് അയച്ചു. അന്നേ ദിവസം തന്നെ മേൽപ്പടി ഫയൽ 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും 2-ാം പ്രതി അന്നേ ദിവസം തന്നെ താങ്ക് യു ലെറ്റസ് പ്രേ ടു സെയിൻറ്റ് ആൻ്റണി ഫാദർ പോൾ തേലക്കാട്ട് എന്ന് 1-ാം പ്രതി ഫാദർ ടോണിക്ക് മറുപടി അയക്കുകയും അന്നേ ദിവസം 6/8/2018 8:54 PM 1-ാം പ്രതി ഫാദർ ടോണി 4-ാം പ്രതി ആദിത്യയിൽ നിന്ന് അയച്ചു കിട്ടിയ ഡോക്യുമെൻറ്റിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയ ശേഷം അത് 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്ക് അയച്ചും തുടർന്ന് 20/8/2018 മാരിയറ്റ് വെക്കേഷൻ ക്ലബ്ബിൽ കർദിനാളിന് അംഗത്വമുണ്ടെന്നും കർദിനാളിൻ്റെ നേതൃത്വത്തിൽ ഇടപ്പള്ളിയിലെ ലുലു ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് മാളിൽ വെച്ച് ബിഷപ്പുമാരടക്കം 15ഓളം പേർ പങ്കെടുത്ത മീറ്റിംഗ് നടത്തിയെന്നും മറ്റുമുള്ള രേഖകൾ 4-ാം പ്രതി ആദിത്യ വ്യാജമായി നിർമ്മിച്ച് 3 ഡോക്യുമെൻറ്റുകൾ 4-ാം പ്രതി ആദിത്യ 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും അന്നേ ദിവസം തന്നെ 5:59 PM 2 ഡോക്യുമെൻറ്റുകളും 4-ാം പ്രതി ആദിത്യ 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും 21/8/2018 8:27 AM 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ട് ഡിയർ ആദിത്യ താങ്ക് യു ഫോർ ദ മെയിൽ ഐ ഗോട്ട് 5 അറ്റാച്ച്ഡ് ഡോക്യുമെൻറ്റ്സ് ഐ ഷാൽ കോൾ യു ലേറ്റർ വിത്ത് ലവ് ആൻഡ് റിഗാർഡ്സ് ഫാദർ പോൾ തേലക്കാട്ട് എന്ന മെസ്സേജ് മറുപടിയായി 4-ാം പ്രതിയുടെ ഇമെയിലിലേക്ക് അയച്ചും 1/9/2018 8:38 PM 4-ാം പ്രതി ആദിത്യ കർദിനാളിൻ്റെ പേരുവിവരങ്ങൾ വ്യാജമായി ചേർത്തിട്ടുള്ള 2 ഡോക്യുമെൻറ്റുകൾ 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്ക് അയച്ചു നൽകിയും 2/9/2018 12:02 PM 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ട് താങ്ക് യു ആദിത്യ ഫോർ ദ 2 ഡോക്യുമെൻറ്റ്സ് സെൻഡ് ടു മീ വിത്ത് ലവ് ആൻഡ് റിഗാർഡ്സ് ഫാദർ പോൾ തേലക്കാട്ട് എന്ന മറുപടി 4-ാം പ്രതി ആദിത്യയുടെ ഇമെയിലിലേക്ക് അയച്ചും 4-ാം പ്രതി ആദിത്യ വ്യാജമായി നിർമ്മിച്ച് 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ടിന് അയച്ചു നൽകിയിരുന്ന ഡോക്യുമെൻറ്റുകൾ 8/9/2018 7:18 PM 4-ാം പ്രതി ആദിത്യ 1-ാം പ്രതി ഫാദർ ടോണിയുടെ ഇമെയിലിലേക്ക് അയച്ചും തുടർന്ന് 13/9/2018 4-ാം പ്രതി ആദിത്യയുടെ സുഹൃത്തും കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനറും 4-ാം സാക്ഷിയുമായ ഇപ്പോൾ മാപ്പുസാക്ഷി വിഷ്ണു റോയിയുടെ വാഴക്കാലയിലുള്ള വീട്ടിൽ വെച്ച് വിഷ്ണു റോയിയുടെ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജോർജ് ആലഞ്ചേരിയുടെ പേരിലുള്ള ICICIയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 21/9/2016 ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ അക്കൗണ്ടിലേക്ക് നെറ്റ് മുഖാന്തരം 8,93,400 രൂപ അയച്ചുവെന്ന രേഖ വ്യാജമായി നിർമ്മിച്ച് 12/10/2016 ICICI ബാങ്കിലെ ജോർജ് ആലഞ്ചേരിയുടെ അക്കൗണ്ടിൽ നിന്ന് നെറ്റ് മുഖാന്തരം 16 ലക്ഷം രൂപ മാരിയറ്റ് കോർട്ട്യാർഡിലേക്ക് കൈമാറിയെന്ന രേഖ വ്യാജമായി നിർമ്മിച്ച് 7/12/2017 കർദിനാൾ മാരിയറ്റ് ലുലു കൊച്ചിക്ക് 12 ലക്ഷം രൂപ കൈമാറിയെന്നുമുള്ള ആക്സിസ് ബാങ്കിൻ്റെ രേഖ വ്യാജമായി നിർമ്മിച്ച് കർദിനാൾ മാരിയറ്റ് ലുലു കൊച്ചിക്ക് 85,000 രൂപ കൈമാറിയെന്നുള്ള ആക്സിസ് ബാങ്കിൻ്റെ രേഖ വ്യാജമായി നിർമ്മിച്ച് 6/4/2017 മാരിയറ്റ് ലുലു കൊച്ചിക്ക് 1,16,000 രൂപ കൈമാറിയെന്നുമുള്ള ആക്സിസ് ബാങ്കിൻ്റെ രേഖയും 4-ാം പ്രതി ആദിത്യ 13/9/2018 5:03 PM 2-ാം പ്രതിയായ പോൾ തേലക്കാട്ടിൻ്റെ ഇമെയിലിലേക്കും 1-ാം പ്രതിയായ ഫാദർ ടോണിയുടെ ഇമെയിലിലേക്കും കോപ്പിയായി അയച്ചു നൽകിയും പ്രതികൾ വ്യാജരേഖകൾ പരസ്പരം കൈമാറിയും കുറ്റകൃത്യത്തിനായി കൈവശം കരുതി സൂക്ഷിച്ചും കർദിനാൾ അനധികൃത സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നതിൻ്റെ തെളിവുകൾക്കായി 2-ാം പ്രതി ഫാദർ പോൾ തേലക്കാട്ട് വ്യാജരേഖകൾ റീനെയിം ചെയ്ത് 3-ാം സാക്ഷിയായ മാർ ജേക്കബ് മനത്തോടത്തിന് ഇമെയിലിലേക്ക് അയച്ചും
മേൽപ്പടി രേഖകളുടെയും മേൽപ്പറഞ്ഞ മറ്റ് വ്യാജരേഖകളുടെയും പ്രിൻ്റുകളെടുത്ത് രണ്ടാം പ്രതി ഫാദർ പോൾ തേലക്കാട്ട് അതിരൂപതയിൽ ഭൂമി വിൽപ്പന വിവാദത്തെ തുടർന്ന് നിയമിതനായ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ജേക്കബ് മനത്തോടത്ത് മുൻപാകെ കർദിനാൾ അഴിമതിക്കാരനാണെന്ന് ചിത്രീകരിച്ച് കബളിപ്പിക്കണമെന്നും അപകീർത്തിപ്പെടുത്തണമെന്നും അതുവഴി കർദിനാളിനെ സഭാതലവൻ എന്ന സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യുകയോ സമ്മർദ്ദത്തിലാക്കി സ്വയം സ്ഥാനത്യാഗം ചെയ്യിക്കാൻ നിർബന്ധിക്കുകയോ ചെയ്യണമെന്നുള്ള ഗൂഢലക്ഷ്യത്തോടെ അസൽ രേഖകൾ എന്നതുപോലെ എത്തിച്ചു നൽകിയും മേൽപ്പടി രേഖകൾ മൂന്നാം സാക്ഷി മാർ ജേക്കബ് മനത്തോടത്ത് സീറോ മലബാർ സഭയുടെ ഉന്നതാധികാരികളായ ബിഷപ്പുമാർ മാത്രം പങ്കെടുക്കുന്ന 2019 ജനുവരി 7 മുതൽ 18 വരെ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസിൽ 8/1/2019 തീയതി സിനഡിനു മുമ്പിൽ ഹാജരാക്കുന്നതിന് ഇടയാക്കിയും വ്യാജരേഖയിലെ ഭാഗങ്ങൾ ഭൂമി വിൽപ്പന അന്വേഷിച്ച 20ാം സാക്ഷി ഡോക്ടർ ജോസഫ് ഇഞ്ചോടി മുൻപാകെ കർദിനാളിനെതിരെ തെളിവായി മൂന്നാം പ്രതി ഫാദർ ബെന്നി മാരാമ്പറമ്പിൽ ഹാജരാക്കി നൽകിയും മാപ്പുസാക്ഷിയായ വിഷ്ണു റോയിയുടെ കമ്പ്യൂട്ടർ ഫോർമാറ്റ് ചെയ്ത് തെളിവ് നശിപ്പിച്ചും ഇന്ത്യൻ പീനൽ കോഡ് വകുപ്പുകൾ 120B, 465, 468, 471, 469, 417, 201, 34 പ്രകാരം പ്രതികൾ കുറ്റം ചെയ്തിരിക്കുന്നു. കാക്കനാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ വിചാരണ തുടങ്ങാൻ പോകുന്ന ഈ ക്രിമിനൽ കേസിൻ്റെ നടപടികൾ ഈ കോർട്സ് വഴി ലഭ്യമാണ്. പ്രതികളും മാപ്പുസാക്ഷിയും ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറുകൾ പോലീസ് പിടിച്ചെടുക്കുകയും ഫോറൻസിക് പരിശോധന നടത്തിയതിൻ്റെ വിശദാംശങ്ങൾ കുറ്റപത്രത്തിൽ പ്രതിഫലിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കർദിനാൾ ജോർജ് ആലഞ്ചേരിക്കെതിരെ ആദ്യമായി കേസുമായി കോടതിയെ സമീപിച്ച അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഈ വൈദികരുടെ വാക്കുകൾ വിശ്വസിച്ചാണ് താൻ സഭാതലവനെതിരെ ഇതിനൊക്കെ മുതിർന്നത് എന്ന് കാണിച്ച് ഏറ്റുപറഞ്ഞ് പരസ്യമായി തുറന്നു പറഞ്ഞ് കർദിനാൾ ആലഞ്ചേരിയോട് മാപ്പ് ചോദിച്ചത് ചരിത്രം. ഭൂമി വിൽപ്പനയിൽ അതിരൂപതയ്ക്ക് നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ലെന്നും കിട്ടുവാനുള്ള പണത്തിന് ഈടായി ലഭിച്ച വസ്തുവിൻ്റെ വില നോക്കുമ്പോൾ അതിരൂപതയ്ക്ക് ലാഭം മാത്രമാണെന്നും കർദിനാൾ ജോർജ് ആലഞ്ചേരി കുറ്റം ചെയ്തിട്ടില്ലെന്നും അതിരൂപതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്തതെന്നും അദ്ദേഹത്തിനെതിരെ കേസ് നൽകിയതിൽ ഖേദിക്കുന്നുവെന്നും അദ്ദേഹം ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചിരുന്നു. ഒന്നിച്ച പത്രസമ്മേളനത്തിൽ രേഖ വ്യാജമാണോ അല്ലയോ എന്ന് സമഗ്ര അന്വേഷണം വേണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റർ ജേക്കബ് മനത്തോടത്ത് തുടക്കത്തിൽ പറഞ്ഞത്. രേഖ വ്യാജമാണോ ഇല്ലെന്നുള്ളതിനെ പറ്റി സമഗ്ര അന്വേഷണം നടത്തണം. എന്നാൽ അടുത്ത നിമിഷത്തിൽ അയാൾ പറയുകയാണ്, ഇത് വ്യാജമല്ല, സെർവറിൽ നിന്ന് എടുത്തതാണ്, എനിക്ക് ഉറപ്പുണ്ട് ഇത് അസൽ രേഖയാണ് എന്ന്. രേഖ ഈ നമ്മുടെ ആ ഒരു വ്യവസായ സ്ഥാപനത്തിൻ്റെ സെർവറിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ് ഈ രേഖ. മനസ്സിലായില്ലേ? അല്ലാതെ ഈ രേഖ ഉണ്ടാക്കിയതല്ല, ഫോർജ് ഉണ്ടാക്കിയതല്ല. എനിക്ക് ഉറപ്പുണ്ട്. യഥാർത്ഥ രേഖയെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സ്ക്രീൻഷോട്ട് എന്താണെന്നോ സെർവർ എന്താണെന്നോ ശരിയായി അറിയാത്ത അദ്ദേഹത്തെ ആരോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചതുപോലെയായിരുന്നു ആ വർത്തമാനം. ജേക്കബ് മനത്തോടത്ത് ഉറപ്പുണ്ടെങ്കിൽ എന്തിനാണ് സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറഞ്ഞത്? ഉറപ്പുണ്ടല്ലോ, പിന്നെ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെല്ലാം വ്യാജമായി നിർമ്മിച്ചതാണെന്ന് തെളിവുകളോടെ പോലീസ് സ്ഥാപിച്ചപ്പോഴെങ്കിലും ബിഷപ്പ് ജേക്കബ് മനത്തോടത്ത് പോളച്ചൻ പുതുപ്പാറ പറഞ്ഞതുപോലെ തന്നെ കർദിനാൾ ആലഞ്ചേരിയോട് മാപ്പ് പറഞ്ഞ് മാന്യത കാണിക്കേണ്ടതായിരുന്നു. ഞാൻ വിമതരുടെ കെണിയിൽ പെട്ടുപോയതാണ്, ക്ഷമിക്കണം എന്ന് പറയാനുള്ള നന്മയെങ്കിലും ഒരു ബിഷപ്പിനുണ്ടാകണ്ടേ?